السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله، أما بعد. رب زدنا علما وحلما وفهما وعقلا وأدبا كاملا، رب تمن بالخير والسعادة. اللهم وجهنا إلى الخير، وجه الخير إلينا يا أرحم الراحمين. اللهم وفق من تعلق بنا للحج والعمرة وزيارة روضة نبينا وشفيعنا وحبيبنا ومنجينا ومرشدنا وهادينا مصطفى محمد صلى الله عليه وسلم. ബഹുമാനമുള്ള ഇസ്ലാമിക് പഠനവേദിയിലെ എൻ്റെ ബഹുമാനമുള്ളവരെ, ഹജ്ജ് പഠന ക്ലാസിൻ്റെ ബാക്കി ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. പടച്ച റബ്ബ് നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും മഖ്ബൂലും മബ്റൂറുമായ ഒരു ഹജ്ജും ഉംറയും നിർവഹിക്കാനും മുത്തുനബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ഷരീഫ് സിയാറത്ത് ചെയ്യാനും തൗഫീഖ് നൽകുമാറാവട്ടെ. ചെയ്തവർക്ക് വീണ്ടും ചെയ്യാനുള്ള സൗഭാഗ്യം അള്ളാഹു കനിഞ്ഞരുളുമാറാവട്ടെ. കാണാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ചൊരിയുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഇന്ന് കുറച്ച് വൈകി, ലേശം തിരക്കുണ്ടായത് കൊണ്ട് തന്നെ കാലത്ത് പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒന്ന് രണ്ട് ഗ്രൂപ്പിലെ ക്വസ്റ്റ്യൻ ആൻസറുകൾ ചെയ്തു. അത് കഴിഞ്ഞ് വേറെ തിരക്ക് വന്നതുകൊണ്ടാണ് കുറച്ച് വൈകി താമസിച്ചത് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നാം മുറ പോലെ ചെയ്യുന്നത് പോലെ സാധാരണ നാം ഒന്ന് രണ്ട് ഹദീസ് നാം മനസ്സിലാക്കാറുണ്ട് ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവിലേക്ക് എത്തിക്കട്ടെ എന്ന പ്രാർത്ഥനയും ഉണ്ട്. നമുക്ക് മനസ്സിലാക്കാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളാണല്ലോ നാം ശ്രവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പ്രവാചകൻ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പുണ്യ ഇബാദത്തിനെ കുറിച്ച്, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമത്തതായ ഈ ഇബാദത്തിനെ കുറിച്ച് നമുക്ക് നൽകിയ പാഠം, നമുക്ക് നൽകിയ ക്ലാസ്, നമുക്ക് നൽകിയ ഉപദേശ നിർദ്ദേശം എങ്ങനെ എന്നാണ് ഹദീസിലൂടെ നാം മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടിയാണ് ദിവസവും ഒന്ന് രണ്ട് ഹദീസ് നാം ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഇൻഷാ അല്ലാഹ് ആ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ മലക സാദൻ വറാഹിലതൻ തബ്ലൂഹു ഇലാ ബൈത്തില്ലാഹി വലം യഹുജ്ജ ഫലാ അലൈഹി അൻ യമൂത യഹൂദിയൻ ഔ നസ്റാനിയൻ വദാലിക ഇന്നല്ലാഹ തബാറക വതആല യഖൂൽ വലില്ലാഹി അലൻ നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. റവാഹു തിർമിദി. എന്താ പറഞ്ഞത്? മൻ മലക, ഒരാൾക്ക് കഴിഞ്ഞു, ഒരാൾക്ക് ഉടമാവകാശത്തിൽ ഉണ്ടായി, ഒരാൾക്ക് കഴിവായി എന്നർത്ഥം. അതായത് അവൻ്റെ ഉടമാവകാശത്തിൽ അവൻ്റെതായിട്ട് അവനക്കുണ്ടായി. സാധൻ, ഭക്ഷണമുണ്ടായി. നമുക്ക് യാത്രക്ക് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ കഴിക്കാനുള്ള ഭക്ഷണമുണ്ടായി. അവന് 7 കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭാര്യ സന്താനങ്ങൾ, അവരെ നോക്കാനും അവർക്ക് വരുന്നത് വരെയുള്ള ഭക്ഷണത്തിൻ്റെ കഴിവും അവനുണ്ടായി. വറാഹിലഥൻ, അവൻ എന്തുമുണ്ടായി? വാഹന സൗകര്യവും ഉണ്ടായി. കാലികമാണല്ലോ പ്രവാചകന്റെ വാക്ക്. ആദ്യകാലങ്ങളിലുള്ള യാത്ര നമുക്കൊക്കെ ഇവിടുന്ന് ഷിപ്പിലൂടെയാണ്. ഇന്ന് അത് കഴിഞ്ഞ് നാം ഒന്ന് പ്ലെയിനിലൂടെയാണ്. പക്ഷെ അതിനും ചില കാര്യങ്ങൾ നമുക്ക് സാധിച്ച് കിട്ടാനുണ്ട്, നിയമവ്യവസ്ഥകളുണ്ട്. അപ്പോൾ അതെല്ലാം ഉണ്ടായി കഴിഞ്ഞു. അങ്ങനെ എങ്ങനത്തെ ഭക്ഷണവും റാഹിലത്തും ഒക്കെയാണുള്ളൊരു തബ്ലൂഹു ഇലാ ബൈത്തില്ലാഹി സുബ്ഹാനഹു വതആല, അള്ളാഹുവിൻ്റെ ആ കഅബ ഷരീഫിലേക്ക് അവനെ എത്തിക്കും. ആ നിലക്ക് അതിന് കഴിയുന്ന എല്ലാ കാര്യങ്ങളും അവന് കൈവശം ഉണ്ടായി. എന്നിട്ട് വലം യഹുജ്ജ, അവൻ ഹജ്ജ് ചെയ്തില്ല. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായി. കാശിന് കാശുണ്ട്, നിയമവ്യവസ്ഥകളെ ഒക്കെ സ്വീകരിക്കാൻ കഴിയുന്നുണ്ട്, അവന് ശരീരത്തിന് ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ടായി. എന്നിട്ട് അവൻ ഹജ്ജ് ചെയ്തില്ല എങ്കിൽ, വളരെ ശ്രദ്ധയോടെ ഈ ഹദീസ് നാം എല്ലാവരും ഉൾക്കൊള്ളേണ്ടതുണ്ട്. നാം വിചാരിക്കും ഈ ഹജ്ജിന് വേണ്ടിയിട്ട് ഒരുപാട് സമ്പത്തുകൾ ഉണ്ടായാലേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ എവിടെയുമില്ല. നമുക്കുണ്ടാകുന്ന 5 സെന്റ് ഭൂമിയാണെങ്കിലും, അല്ലെങ്കിൽ 10 സെന്റ് ഭൂമിയാണെങ്കിലും, അല്ലെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിൽ അവർക്ക് 10ഉം 40ഉം 50ഉം 60ഉം ഒക്കെ പവനുകൾ ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ സമ്പത്താണ്. അപ്പൊ ഇതെല്ലാം കൈവശം വെച്ചുകൊണ്ട് എനിക്ക് കഴിയില്ല എന്ന്
ഇബാദത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കാൻ പാടില്ല. അതെല്ലാം ഇതിൽ കഴിവുള്ളത് തന്നെയാണ്. എത്രത്തോളം നമ്മൾ ആദ്യത്തെ ദിവസം പറഞ്ഞു പോലും, ഒരു ഫഖീറായ മനുഷ്യന് സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവകാശപ്പെട്ട ഒരു ഖനിയ അടുത്തുണ്ടെങ്കിൽ ആ ഖനിയന്റെ അടുക്കൽ നിന്ന് സക്കാത്തിന്റെ കാശ് എന്റേതാണെന്ന് പറഞ്ഞ് മേടിച്ചിട്ട് അതുകൊണ്ട് ഹജ്ജിന് പോകാമെന്നാണ്. അത്രക്കും പുണ്യമുള്ള ഇബാദത്ത് എന്ന് മാത്രമല്ല, അത് നമ്മുടെ ഈ ഇസ്ലാം കാര്യങ്ങൾ പൂർത്തിയാവുന്നത് ഈ 5 കൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നുണ്ടോ എന്നൊരു തോന്നലും കൂടിയുണ്ട്. ഇസ്ലാം കാര്യങ്ങളിൽ ഒന്ന് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ്. രണ്ടാമത്തെ ഇഖാമുസ് സ്വലാഹ്, മൂന്നാമത്തെ സക്കാത്ത്, നാലാമത്തെ സോമ്, അഞ്ചാമത്തെ ഹജ്ജ്. അപ്പോൾ ഇത് 5 കൂടി കൂടുമ്പോൾ നമ്മൾക്കത് അത്യാവശ്യമുള്ളത് തന്നെയാണ്. നമ്മളിൽ ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ആയെങ്കിൽ എന്ന് ചിന്തിക്കപ്പെടേണ്ടത് അല്ല, അതിനു വേണ്ടിയുള്ള ശ്രമവും കൂടി നടത്തേണ്ടതുണ്ട് എന്ന്. മനസ്സിലായില്ല? അതിനു വേണ്ടി നാം ഒന്നും കൂടി ശ്രമിക്കേണ്ടതുണ്ട്. എനിക്ക് ഹജ്ജ് ചെയ്യണം, എൻ്റെ മേൽ ബാധ്യതയാണ് എന്നുള്ള ഒരു ഓർമ്മ നമ്മളിൽ ഉണ്ടായിട്ട് അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ട് ഓരോ സമയം ഓരോ വയസ്സും നമുക്ക് വരുമ്പോൾ ആ വർഷത്തിലൊക്കെ ഹലാലായ സ്വത്ത് എനിക്ക് ഹജ്ജിന് വേണ്ടി എന്ന് പറഞ്ഞ് നമ്മൾ ഒരുക്കി വെക്കണം. എന്നിട്ട് അതിനുള്ള വഴികൾ ഉണ്ടാകുമ്പോൾ അതിനെടുത്തുകൊണ്ട് പോകണം. നമുക്കറിയാലോ, അബ്ദുല്ലാഹിബിൻ മുബാറക് എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹം അങ്ങനെ ഒരുക്കി തയ്യാറാക്കി പോവാൻ വേണ്ടി നിന്നപ്പോൾ ഒരു വലിയ സംഭവം അതിന്റെ ബാക്കിലുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് അത് പോകാൻ കഴിഞ്ഞില്ല. പക്ഷെ അദ്ദേഹത്തിന് അതിന്റെ പ്രതിഫലം കിട്ടി എന്ന് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള അറിയിപ്പുണ്ടായി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവരൊക്കെ അള്ളാഹുവിന്റെ ോടുള്ള ആ മാരിഫത്തിന്റെ ത്വരീക്കിൽ സഞ്ചരിച്ചവരായിരുന്നു. അത് മറ്റൊരു വശമാണ്, നമ്മളിപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു വരുന്ന ഹദീസിന്റെ വ്യാഖ്യാനം നാം മനസ്സിലാക്കേണ്ടത് വലം നഹജ്ജ, ഈ കഴിവുകളൊക്കെ ഉണ്ടായിട്ട് അവൻ ഹജ്ജ് ചെയ്തില്ല എങ്കിൽ ഫല അലൈഹി അൻ യമൂത യഹൂദിയൻ ഔ നസ്റാനിയൻ. എന്താ ശരിക്കുള്ള അർത്ഥം? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ആ ഹാലത്തിൽ, അതേ ഹാലിൽ അവൻ മരിക്കുന്നു എങ്കിൽ അവന്റെ മരണം യഹൂദിയായിട്ടാണ് അല്ലെങ്കിൽ നസ്രാനിയായിട്ടാണ്. മനസ്സിലായോ? അത് ഇസ്ലാമിന് പുറത്തായിട്ടാണ് ഇവിടുന്ന് വിട പറയുന്നത്. ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം ഉണ്ടായി, ഈ പറഞ്ഞ സൗകര്യങ്ങളെല്ലാം ഉണ്ടായി, എന്നിട്ട് അവർ നമ്മുടെ ശരീരത്തിനോടാണ് ബന്ധപ്പെട്ടിട്ട് കിടക്കുന്നത്. അതിന് ആയിബാക്കാനോ മരിച്ചിട്ട് പിന്നെ ആ സ്വത്തെടുത്തിട്ട് വേറെ ആളെ പറഞ്ഞേക്കണമെന്ന് ഇത് വെച്ചിട്ടോ, അല്ലെങ്കിൽ ആരോഗ്യമുള്ള കാലത്ത് അതിന് ഒഴിവാകാതെ ആരോഗ്യമില്ലാതെ കട്ടിലേക്ക് കയറി കിടക്കുന്ന സമയത്ത് ആരെങ്കിലും വിളിച്ച് പറഞ്ഞേക്കാനോ ഒന്നുമല്ല ഒരുങ്ങേണ്ടത്. നിർബന്ധമായിട്ടും നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തിന് മേൽ ബാധ്യതയുള്ള ഹജ്ജാണ് എന്നും അത് എൻ്റെ മേൽ നിർബന്ധമാക്കപ്പെട്ടതാണെന്നുള്ള ഓർമ്മയോട് കൂടെ അത് ആരുള്ള മാനസികമായ അവസ്ഥ ഈമാനികമായി ഉണ്ടാക്കിയെടുക്കൽ നിർബന്ധമാണ് നമുക്ക് ഓരോരുത്തർക്കും എന്ന പാഠം പരിശുദ്ധ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ്. അതാണ് പറഞ്ഞത് വലം യഹുജ്ജ ഫല അലൈഹി അൻ യമൂത. ആ ഹദീസിന്റെ ആ ഒരു വാക്കിന്റെ അതിന്റെ ശൈലി അങ്ങനെയാണ് ഉപയോഗിച്ചത്. ഫല അലൈഹി എന്നാണ്, ഫല തഫാവുത്ത അലൈഹിന, അവന്റെ മേലൊരു വ്യത്യാസം പറയാനൊന്നുമില്ല. ഒരു യഹൂദി മരിച്ചു, ഒരു നസ്രാനി മരിച്ചു, ഇവൻ മരിച്ചു, ഒക്കെ ഒരേ ഗണത്തിലാണ്. മനസ്സിലാണ്ടല്ലോ വിഷയം? ഒരു യഹൂദി മരിച്ചു അല്ലെങ്കിൽ ഒരു നസ്രാനി മരിച്ചു, ഇവനും മരിച്ചു, ഇത് മൂന്നിനൊരു വ്യത്യാസത പറയാനൊന്നുമില്ല, മൂന്നും ഒരേ ഗണത്തിൽ തന്നെയാണ് എന്ന് പറയുന്നത് പോലെയാണ് ആ പ്രയോഗം ഇവിടെ ഉപയോഗിച്ച പ്രവാചകൻ. വളരെ 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 നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മളെ ചിന്തിപ്പിക്കുന്നതായ ഒരു വാക്ക് പ്രവാചകൻ അവിടെ പ്രയോഗിച്ചത് അങ്ങനെയാണ്. ഫല അലൈഹി അൻ യമൂത. പ്രത്യക്ഷത്തിൽ അവൻ യഹൂദിയാണെന്ന് പറഞ്ഞില്ല, അല്ല നസ്രാനിയാണെന്ന് പറഞ്ഞില്ല. പക്ഷെ അതിനെക്കാട്ടിലും മുബാലകത്വം ശക്തിയും അർത്ഥവ്യാപ്തിയും കിട്ടുന്നത് ഇങ്ങനെ പ്രയോഗിക്കുമ്പോഴാണ്. അത് ഒരു മുബാലകയാണ്, അതൊരു ബലാഗയുടെ ഫസാഹയുടെ സാഹിത്യത്തിന്റെ ശൈലിയും കൂടിയാണ്. പ്രവാചകൻ പറഞ്ഞത് അങ്ങനെയാണ്. നസ്രാനിയൻ വദാലിക. ഇതിന് കാരണം എന്താണ് ഇങ്ങനെയാണെന്ന് പറയാൻ കാരണം പുണ്യ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തെടുത്തുകൊണ്ട് നമുക്ക് ലക്ഷ്യം കാണിച്ചു തരും. എന്താ പറഞ്ഞത്? ഇന്നല്ലാഹ തബാറക വതആല യഖൂൽ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വലില്ലാഹി അലന്നാസ്, ജനങ്ങളുടെ മേൽ അല്ലാഹുവിന് ഉണ്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ബാധ്യതയാണ്. ഹജ്ജുൽ ബൈത്ത്, അല്ലാഹുവിന്റെ കഅബ ഷരീഫിൽ കൂടെ ഹജ്ജ് ചെയ്യൽ. മൻ ഇസ്തത്വാഅ ഇലൈഹി സബീല, മൻ ഒരാൾ, ഇസ്തത്വാഅ അദ്ദേഹത്തിന് കഴിവ്, ഇലൈഹി ആ ഹജ്ജിലേക്ക് സബീല, എല്ലാ നിലക്കും തടിയാലും വഴിയാലും മുതലാലും നിയമവ്യവസ്ഥയിലും ഒക്കെ കഴിഞ്ഞു, എന്നാൽ അവർക്ക് പോകണമെന്നാണ്. ഇവിടെ തന്നെ ചിന്തിക്കണം. ഇപ്പോൾ നമ്മൾ മക്കത്തൊക്കെ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് എല്ലാ വഴികളും ഒരുങ്ങിയിട്ടുണ്ട്. പക്ഷെങ്കിൽ അവിടെ നിയമം അവർക്ക് അതിന് അനുവദിക്കുന്നില്ല. അവർക്ക് ആ കോട്ട അവരെ അനുവദിക്കാത്തത് വരികയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഉലുൽ അംറിന് വഴിപ്പെടണേ എന്ന കൽപ്പന ഉള്ളത് കൊണ്ട് തന്നെ അതും കൂടി നമുക്ക് ശരിയാവേണ്ടതുണ്ട്. കാരണം അത്രക്കും എല്ലാം ക്ലിയറായി ഒരുങ്ങിയിട്ട് എവിടെയെങ്കിലും ചെറിയ ഒരു പഴുത് ഉണ്ടായിക്കൊണ്ടുള്ള ഒരു ഇബാദത്ത് അല്ല അള്ളാഹുവിനത്. ഇഖ്ലാസോടുകൂടെയുള്ള നിഷ്കളങ്കമായിട്ടുള്ള നിയമവ്യവസ്ഥകൾ സ്വീകരിച്ചു കൊണ്ടുള്ള അനുയോജ്യമായ നിലക്കുള്ള ഒരു ഇബാദത്താണ് അള്ളാഹുവിനെ ചെയ്യേണ്ടത് എന്ന്. അല്ലാതെ അവിടെ
മറ്റുള്ളവരെ കൺവെട്ടിച്ചോ മറ്റോ ചെയ്യുന്നതായ ഒരു ഇബാദത്തല്ല. വാസ്തവത്തിൽ അങ്ങനെ ചെയ്താൽ ആ ഇബാദത്ത് സഹിഹാവാം, ശരിയാണ് മസ്സല പറയുമ്പോൾ. ഇടക്ക് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇബാദത്ത് മുറിഞ്ഞു പോയി. അപ്പോൾ നമ്മുടെ നിയ്യത്തും നമ്മുടെ അമലും എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായി യോജിക്കാതെ വരുന്ന ഒരു ചുറ്റുപാട് അവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തുടങ്ങുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടും അതിൻ്റെ വഴി ശരിയാക്കിക്കൊണ്ടും മാത്രമേ നമ്മൾ ഇബാദത്തിലേക്ക് തുടങ്ങാൻ പറ്റൂ. ഇനി ഒരാൾ അങ്ങനെ പ്രവേശിക്കുകയും അവൻ്റെ അമലുകളെല്ലാം പൂർത്തിയാവുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്ത്, ഈ ഉലുൽ അംറിന്റെ, അതായത് ആ ഭരണാധികാരികളുടെ ആ നിയമത്തിന് ആ ഇല്ലീഗലായിട്ട് ചെയ്തതിൻ്റെ പേരിലുള്ള പണിഷ്മെന്റ് എന്താണെങ്കിൽ, ഇതാ ഷാ അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചാൽ യൂഫർ, ഇതല്ല അതല്ല അത് അതിന്റെ വഴിക്ക് അങ്ങോട്ട് പോവുകയും ചെയ്യും. അതാണ്. പക്ഷെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുമ്പോൾ ഈ പറയപ്പെട്ട വഴികളെല്ലാം ക്ലിയർ ആവുകയും അതിന്റെ രേഖകളെല്ലാം ക്ലിയർ ആവുകയും അതിന്റെ എല്ലാ നിലക്കും മാനസികമായ നമ്മൾ എല്ലാ തുറവോടുകൂടെ ആ ഒരു റാഹത്തോടു കൂടെ ആയിരിക്കണം അതിലേക്ക് പ്രവേശിക്കേണ്ടത് എന്നും ഈ ഹദീസിന്റെ വിശദീകരണം നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മറ്റൊരു ഹദീസ് പഠിപ്പിക്കുന്നത് എന്താണ് അറിയുമോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ സറൂറത ഫിൽ ഇസ്ലാം. വല്ലാത്ത വിശദീകരണം തരുന്ന, വല്ലാതെ നമ്മൾ ചിന്തിപ്പിക്കുന്ന ഒരൊറ്റ ചെറിയ വാക്കല്ല സുഹൃത്തുക്കൾ, ഫിൽ ഇസ്ലാമി. ഇസ്ലാമില് പൗരോഹിത്യമില്ല. എന്തൊരു പ്രയോഗമാണത്! ഇസ്ലാമിൽ പൗരോഹിത്യമില്ല. എങ്ങനെ? ഒരാൾ കല്യാണം ഒന്നും കഴിക്കാതെ അത് വേണ്ട, ഞാൻ കല്യാണം കഴിക്കണില്ല, ഞാൻ അള്ളാഹിലേക്ക് അടുത്തിരിക്കാണ് എന്ന് പറയുന്നതും ഒരു പൗരോഹിത്യമാണ്. ഇത് ഇസ്ലാമിലില്ല. കാരണം സുന്നത്ത് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ കാണിച്ചിട്ടുണ്ട്. എന്ന പോലെ ഞാൻ ഹജ്ജിനൊന്നും പോകുന്നില്ല, ഹജ്ജ് പിന്നെ മനസ്സിലുണ്ട്, അങ്ങനെ മനസ്സിൽ തന്നെ ഞാൻ ഹറാമൊക്കെ ഉണ്ട് എന്ന ആ ഒരു നിലക്ക് പറഞ്ഞിട്ട് എന്താക്കുക, അങ്ങനെ ഒഴിഞ്ഞു മാറിയിട്ട് അതിൽ നിന്ന് മാറിയിട്ട് ഞാനൊരു വലിയ തികഞ്ഞ ആളുകളെ പോലെ ഉള്ള ഒരു ചമയലും ഒരു അഭിനയിക്കലും ഒക്കെ ചെയ്തിട്ട് കാണുന്ന ചില ശൈലികളും ചില ആളുകളും ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇത് പാഠമാണ്. ആ ഒരു രീതി, ആ ഒരു നില, ആ ഒരു രൂപം, ആ ഒരു ശൈലി ഇസ്ലാമിൽ ഇല്ലേ ഇല്ല. ലാ സറൂറത ഫിൽ ഇസ്ലാം. ഇസ്ലാമിൽ അതില്ല. ഇത് അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. മാത്രമല്ല, ഇബ്നു അബ്ബാസ് തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മറ്റൊരു ഹദീസ് കാണുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അറാദൽ ഹജ്ജ, ഒരാൾ ഹജ്ജിനെ ഉദ്ദേശിച്ചതിന് ഹജ്ജിന് പോകാനുള്ള വഴികളെല്ലാം അവന് ഒരുങ്ങിക്കഴിഞ്ഞാൽ ഫൽയുഅജ്ജിൽ, പെട്ടെന്നായിക്കോട്ടെ, ഇനി വഴി കണ്ട. നമ്മൾ പറഞ്ഞു സുന്നത്താണ് തറാഹി, കാരണം നമുക്കുള്ള ചുറ്റുപാടുകളൊക്കെ നേർന്ന് ഒന്ന് ക്ലിയറായി ഇനി നമ്മൾ ഉമ്മ പറ്റ കുട്ടിയെപ്പോലെ ആവാൻ വേണ്ടി പോവുകയാണ്. പിന്നെ മറ്റുള്ള വഴികളിലേക്കൊന്നും തിരിയാനൊന്നും വഴികളും സമയങ്ങളും കിട്ടാതൊക്കെ വരുന്ന സമയവും സന്ദർഭവും ഒക്കെ നോക്കിയിട്ടാണ് തറാഹി എന്ന് പറഞ്ഞത്. എന്നാൽ ഈ ഹദീസ് അമ്ര ഇസ്തിഹബാബാണ്, സുന്നത്താണ്. എന്ത്, നമുക്ക് ഇനിയിപ്പോൾ ആവോ ഇല്ലേ എന്നും അറിയില്ല, രോഗിയാവോ, അതുകൊണ്ട് അതിനുള്ള കഴിവും സൗകര്യങ്ങളും ഒക്കെ കെട്ടിത്തിടങ്ങുന്ന സമയത്ത് ചെയ്യാം. അവിടെ നിന്ന് അങ്ങോട്ട് നന്നാവാനാണല്ലോ നമ്മൾ ഒരുങ്ങുന്നത് എന്ന് ഹദീസ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജിന്റെയും ഉംറന്റെയും ഇടയിൽ നിങ്ങൾ തുടർത്തുക എന്നാണ്. രണ്ടും ഒരുമിച്ച് ചെയ്തോളി എന്നർത്ഥം. താബിഉ മിനൽ ഹജ്ജ് വൽ ഉംറ അയ്യ ഖാരിബു ബൈനഹുമ എന്നാണ് അതിന്റെ ശരിക്ക് അതിന്റെ അർത്ഥം കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾ അടുപ്പിച്ചുകൊണ്ട് ചെയ്യുക. അപ്പൊ ഉംറയും ഉംറയും ഒരേ മാസത്തിന് ഒരേ രൂപത്തിന് ഒരേ അടുപ്പത്തിൽ തന്നെ ചെയ്യണം എന്നാണ് പറയുന്നത്. അതിന് പിന്നെ ഖിറാന്, ഇഫ്രാദ്, അതുപോലെ തമത്ത്, ഇങ്ങനെയൊക്കെ അതിന്റെ വിശദീകരണങ്ങളുണ്ട്. അത് ഫിഖ്ഹിയായിട്ട് വിശദീകരിക്കുമ്പോൾ നമുക്ക് പറയാം. ഏതായാലും ഹജ്ജും ഉംറയും നിങ്ങൾ തുടർത്തിക്കൊണ്ട് ചെയ്യണേ എന്നാണ് ആ ഹദീസിനെ ഖാരിബു, നിങ്ങൾ അടുപ്പിക്കുക എന്നാണ്. ഫഇന്നഹുമാ, തീർച്ചയായിട്ടും അവ രണ്ടും യംഫിയാനിൽ ഫഖറ, ഹജ്ജും ഉംറയും ചെയ്താൽ ഫഖർ, ദാരിദ്ര്യം ഇല്ലാതെയാവും, വദ്ദുനൂബ, ദോഷമില്ലാതെ. നമ്മൾ മനസ്സിലാക്കുന്നു ഹജ്ജിന് കുറേ പണം ചെലവാക്കിയിട്ട് പോകണം എത്തിയിട്ട് നമുക്ക് ദാരിദ്ര്യം വരും, ഇല്ല. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മൾ ചുറ്റുപാടുകളൊന്നും നോക്കിയാൽ മതി, നമുക്കറിയാം. നമ്മൾ ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ വളരെ പ്രയാസപ്പെട്ടൊക്കെ ആളുകൾ ഹജ്ജ് ചെയ്തെങ്കിൽ അതിനുശേഷം അവർക്ക് ദുരിതം വന്നിട്ടില്ല. അതിനുശേഷം, അതായത് ഹലാലായ കാശ് കൊണ്ട് പോയതുകൊണ്ട് അതുകൂടി കൂട്ടിച്ചേർത്ത് പറയണം, ഹലാലായ കാശ് കൊണ്ടാണ് ചെയ്തത് എങ്കിൽ പിന്നെ അവിടെ ബർക്കത്ത് തന്നെയാണ്, ഫഖർ വരുന്നില്ല. ഫഖറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്ന് തന്നെയാണ് നമുക്ക് പാഠം നൽകിയിട്ടുള്ളത്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. വദ്ദുനൂബ, ദോഷങ്ങളും പിന്നെ ഇല്ലായ്മ ചെയ്യുന്നു. കമായം ഫിൽ കീറു ഖബസൽ ഹദീദ്, ഹദീദ് ഇരുമ്പിലുണ്ടാകുന്ന അഴുക്കുകളെ പിന്നെ ആലയിലിരിക്കുന്ന നമ്മളെ ആലക്കാരുണ്ടല്ലോ, പിന്നെ ഇരുമ്പ് പണിക്കാരൻ, അവരുടെ ഒലക്ക് എന്താ പറയണ്ടത് അല്ലെ, ആ കീറിന്, അതാ സാധനം. അപ്പൊ അത് ആ മെഷീൻ, ആ ഒരു മക്കീൻ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുമല്ലോ, അപ്പൊ അതിലിട്ടിട്ട് ഇങ്ങനെ ചൂടാക്കുമ്പോൾ ആ ഒലക്ക് എന്ന് നമ്മളെ ഭാഷയിൽ ഇവിടെ പറയും. അത് മറ്റുള്ളവർ കേൾക്കുമ്പോൾ അതിന് അനുയോജ്യമായ അർത്ഥം വെച്ചാൽ മതി. അപ്പോൾ ആ ഹദീദിലുണ്ടാകുന്ന അഴുക്കുകളെ
ആ ഒലക്ക് അതെന്താവുന്നു നീക്കിക്കളയുന്നത് പോലെ, വദ്ദഹബ വൽ ഫിദ്ദത്ത വെള്ളിയുടെയും സ്വർണത്തിന്റെയും ഒക്കെ നീക്കിക്കളയുന്നത് പോലെ നമ്മളിലുള്ള ഫഖറും നമ്മളിലുള്ള ദോഷങ്ങളും അത് ഇല്ലായ്മ ചെയ്യുന്നു എന്നതാണ് ഹജ്ജും ഉംറയും ഒരുമിച്ച് ചെയ്താൽ. മാത്രമല്ല വലൈസലിൽ ഹജ്ജത്തിൽ മബ്റൂറത്തി മബ്റൂറായ അല്ലാഹു സ്വീകാര്യമായ ആ ഹജ്ജാണെങ്കിൽ അതിന്റെ സവാബുന്നില്ലൽ ജന്ന സ്വർഗമല്ലാതെ മറ്റൊരു സവാബ് അതിന് ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്രയാണ് ഇത്. ഇമാം തിർമിദിയും നസായിയും അഹ്മദ് എന്നൊരു ഇബ്നു മാജ എന്നിവരൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ് എന്നും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഹദീസിന്റെ കാഴ്ചപ്പാടിൽ നമുക്ക് ആ ഹജ്ജിന്റെ പ്രത്യേകതയാണ് ഇപ്പോൾ നമ്മളെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നത്. ഇൻഷാ അല്ലാഹ് കുറച്ച് കാര്യം നമുക്ക് ഫിഖ് മസ്അലയും കൂടി പഠിക്കാനുണ്ട്. അതായത് നമ്മൾ പഠിച്ചു വന്നത് ഹജ്ജിന്റെ ഫർളുകളാണ്. ആ ഹജ്ജിന്റെ ഫർളുകളിൽ രണ്ടാമത്തതായിരുന്നു എന്ത്? അറഫയിൽ നിൽക്കുക എന്ന് പറഞ്ഞത്. അറഫയിൽ നിൽക്കുക, അതിനെക്കുറിച്ച് നമ്മൾ ചെറിയ തോതിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തത് അതിന്റെ ഫർദിൽ എണ്ണുന്നത് തവാഫ് ഇഫാദത്തിന്റെ തവാഫാണ്. ഇഫാദത്തിന്റെ തവാഫ് ഹജ്ജിന്റെ ഫർളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇഫാദത്തിന്റെ തവാഫ് എന്ന് പറഞ്ഞാൽ ഇഫാദത്തിന്റെ തവാഫും വുഖൂഫ് അറഫയും കൂടി നോക്കിക്കഴിഞ്ഞാൽ അതിൽ സവാബ് കൊണ്ടും പ്രാധാന്യം കൊണ്ടും ഏറ്റവും ശ്രേഷ്ഠമായത് അഫ്ളൽ ഏതാണ്? ഇഫാദത്തിന്റെ തവാഫാണ്. സമയത്തോട് ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമുള്ളത് ഏതാണ്? അത് അറഫയാണ്. അതാണ് അൽ ഹജ്ജ് അറഫ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹജ്ജിന്റെ അർക്കാനുകളിൽ മൂന്നാമത്തെ തവാഫ് ഇഫാദയാണ്. അതിനുള്ള ലക്ഷ്യം പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വൽയത്തവഫു ബിൽ ബൈത്തുൽ അതീഖ്, ബൈത്തുൽ അതീഖിനെ അവർ തവാഫ് ചെയ്തു കൊള്ളട്ടെ. ഈ ബൈത്തുൽ അതീഖ് എന്ന് പറയാനുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആതകും മിൻ യദിൽ ജബാബിറ, യഹൂദികൾ അബൂജഹലിന്റെയും പാർട്ടിന്റെ ഒക്കെ കൈവശമായിരുന്നല്ലോ, ബിംബാരാധന നടത്തിയവരുടെ കൈവശമായിരുന്നല്ലോ മക്ക ഷരീഫ്. അപ്പൊ ആ ജബാബിറത്ത് ചെയ്തിരുന്ന ആളുകളുടെ കയ്യിൽ നിന്നും അതിനെ മോചിപ്പിച്ചു എന്നതാണ്. ആ കാരണം കൊണ്ടാണ് ബൈത്തുൽ അതീഖ് എന്ന് പറഞ്ഞത്. മാത്രമല്ല അബൂബക്കർ വാസത്തി എന്നിവർ പറയുന്നു അതിന്റെ അതീഖ് എന്ന് പേര് വെക്കാൻ കാരണം ആരെങ്കിലും ലഅന്നമൻ തവാഫൽ ബൈത്ത് കഅബ ഷരീഫിനെ തവാഫ് ചെയ്താൽ അവൻ അതീഖു മിനന്നാർ, നരകത്തിൽ നിന്ന് അവൻ മുക്തനായി ഇതുകൊണ്ടാണെന്ന് അതിന് അവർ പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ അതിന്റെ ടൈം എപ്പോഴാണ് പ്രവേശിക്കുക? ഇഫാദത്തിന്റെ തവാഫ് നമ്മൾ മനസ്സിലാക്കി. 8-ന്റെ അന്ന് നമ്മൾ മക്കയിൽ നിന്ന് മെഹ്റാം ചെയ്തുകൊണ്ട് പുറപ്പെട്ടിട്ട് നമ്മൾ മുസ്ദലിഫയിൽ രാപ്പാർക്കുന്നു. ആ രാപ്പാർക്കൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ രാവിലെ അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ അറഫയിൽ എത്തിച്ചേരുന്ന രീതിയിൽ അവിടുന്ന് പുറപ്പെട്ടു പോകുന്നു. അങ്ങനെ ഉച്ചയും കഴിഞ്ഞ് അവിടുന്ന് മഗ്‌രിബ് നിസ്കരിച്ചതിന് ശേഷം നമ്മൾ തിരിഞ്ഞു പോരുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ വന്നിട്ട് പിന്നെ രാപ്പാർക്കുന്നു. ആ രാപ്പാർക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ കല്ലെറിയാൻ വേണ്ടി വരുന്നു. ആ കല്ലെറിയൽ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വരുന്നത് എങ്ങോട്ടാണ്? ഇഫാദത്തിന്റെ തവാഫിലേക്കാണ്. ആ കല്ലെറിയലൊക്കെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഇനിയും പറയാണ്ട്. ആ ഫർദായ ഒറ്റ കാര്യങ്ങൾ മാത്രം എടുത്തു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഫർളിൽ പെട്ടത് ഏതാണ്? ഇഫാദത്തിന്റെ തവാഫാണ്. അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പിന്നെ ഹജ്ജിന്റെ അറഫ കഴിഞ്ഞ് നമ്മൾ പിന്നെ തിരിച്ച് ഒന്ന് ഇവിടെ രാപ്പാർക്കലും കഴിഞ്ഞ് ആ രാപ്പാർക്കൽ കഴിഞ്ഞതിന് ശേഷം മിനയിലും മുസ്ദലിഫിലൊക്കെ രാപ്പാർക്കൽ നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാം നമുക്ക്. അത് അതിന്റെ വഴിക്ക് നമുക്ക് പറയുകയും ചെയ്യാം. ഇപ്പോൾ അവിടുന്ന് തിരിച്ച് വന്നിട്ട് നമ്മൾ ആ ഏറും കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ട് പോവുകയാണ്? ഇഫാദത്തിന്റെ തവാഫിനേക്ക്. ഇഫാദ എന്ന് പറഞ്ഞ കാരണം അതൊരു ഒഴുക്കാണ്. ഇഫാദ എന്ന് പറഞ്ഞാൽ ഒഴുക്കുക. അങ്ങനെ ആ എല്ലാവരും കൂടി ആ മിനയിൽ നിന്നും അങ്ങനെ ആ കഅബ ഷരീഫിലേക്ക് ഇങ്ങനെ വരുന്ന ആ വരവുണ്ടല്ലോ, ആ കാഴ്ച ഒരു ഒഴുക്കാണ്. ഒരു ഒഴുക്ക്, അതായത് വെള്ളം ഇങ്ങനെ ഒഴുകുന്ന മാതിരി ഒരു വെള്ളപ്പട്ടാളം ഇങ്ങനെ ഒഴുകിക്കൊണ്ട് ഇങ്ങനെ പോകുന്ന ഒരു രീതി കാണാൻ സാധിക്കും. ആ വജൂ തസ്മിയത്തിലാണ് ആ പേര് വെച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിന്റെ മറ്റ് പിന്നെ മുസ്ദലിഫിലെ രാപ്പാർക്കൽ എപ്പോഴാണ്, മിനയിൽ രാപ്പാർക്കൽ എപ്പോഴാണ്, അത് എവിടെ നിന്ന് മടങ്ങുമ്പോഴാണ്, അതൊക്കെ നമുക്ക് കൂട്ടി പറയാം. പക്ഷെ ഇപ്പോൾ ആ ഫർദിന്റെ ഒറ്റയായിട്ടുള്ളത് മാത്രം ഉണ്ടെന്നത് കൊണ്ട് ഇത് മാത്രം ഇവിടെ പറയുന്നു എന്ന് മാത്രം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ അതെപ്പോഴാണ്? പെരുന്നാളിന്റെ അന്ന് പകുതി ആയത് മുതൽ തുടങ്ങിയതാണ് പെരുന്നാൾ. ഇപ്പം നമ്മൾ 9-ന്റെ അന്ന് നിന്നും മഗ്‌രിബ് കഴിഞ്ഞല്ലോ, മഗ്‌രിബ് കഴിഞ്ഞവിടെ കൊണ്ട് വരികയാണ്. ആ വരുന്നതിന്റെ ആ നേരം വെളുത്ത പിന്നെ പെരുന്നാളാണ്. അപ്പോൾ പെരുന്നാളിന്റെ അന്നത്തെ പകുതിയാണ്. അപ്പോൾ ആ പകുതി അപ്പോൾ ബിന്ദിസാഫ് ലൈലത്തിൻ നഹർ എന്നാണ്. പെരുന്നാളിന്റെ രാത്രി പകുതി ആവൽ കൊണ്ട് അതിന്റെ സമയം പ്രവേശിക്കുന്നു. അത് മുതൽ അതിന്റെ സമയം പ്രവേശിച്ചു. അപ്പോൾ അത് മുതൽ ഇഫാദത്തിന്റെ തവാഫിന്റെ ടൈം ആയി. പിറ്റേന്ന് നമുക്ക് 10-ന്റെ അന്ന് പെരുന്നാളാണല്ലോ. പെരുന്നാൾ ലോകത്ത് എല്ലാവർക്കും ദുൽഹജ്ജ് 10-ന്റെ അന്ന് പെരുന്നാളാണ്. അപ്പം അതിന്റെ രാത്രി പകുതിയാകുന്നതോടു കൂടെ അതിന്റെ ടൈം അവിടെ പ്രവേശിച്ചു. നഹറിന്റെ അന്ന് പകുതിയാവുന്നതോടുകൂടെ സമയം അതിൻ്റെത് പ്രവേശിച്ചിട്ടുണ്ട്. ഇഫാദത്തിന്റെ തവാഫ് ബിനിസാഫിൻ നഹരി ഐ ബിദുഖൂലിൻ നിസ്ഫി സാനി മിൻ ലൈലത്തിൻ നഹരി.
അപ്പോൾ അതിന് മുമ്പ് ഒരാൾ തവാഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ തവാഫ് സഹിയാവില്ല. മുമ്പ് ഒരാൾ തവാഫ് ചെയ്തു എങ്കിൽ ആ തവാഫ് സഹിഹാവുകയില്ല എന്ന് മനസ്സിലാക്കണം. അതാണ് അഫ്ളലുൽ അർക്കാൻ ഹത്താ മിനൽ വുഖൂഫി ഖിലാഫൻ ലിസ്സരിക്കശി എന്നാണ്. വുഖൂഫിനെക്കാട്ടിൽ ഏറ്റവും അഫ്ളൽ ഏതാണ്? തവാഫ് ഇഫാദയാണ് എന്നും അതിന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ഇഫാദത്തിന് തവാഫ് എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് ലൈലത്തുൻ നഹർ, പെരുന്നാളിന്റെ അന്നത്തെ രാത്രി പകുതി ആയത് മുതൽ അതിന്റെ സമയം തുടങ്ങുന്നു. പിന്നെ അതിന് ശേഷം നമുക്ക് ചെയ്യാം. അതാണ് ഇഫാദത്തിന് തവാഫ്. ഇനി മെൻസസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ആളുകൾ, പെണ്ണുങ്ങളായി കഴിഞ്ഞിട്ട് അവർക്ക് കുറച്ച് പിന്തിരിപ്പിച്ച് ചെയ്യുകയും ചെയ്യാം. അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഹജ്ജത്തുൽ വദാഇൽ തന്നെ പല സംഭവങ്ങളും അതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതെല്ലാം ഇൻഷാ അല്ലാഹ് ഓരോ പിന്നെ മസ്അലപരമായിട്ട് വരുന്ന സമയത്ത് നമുക്കത് വിശദീകരിക്കാം. ഇപ്പോൾ ഇന്ന് പഠിച്ചത് അതാണ് ഇത് തവാഫ്. അപ്പോൾ ആ തവാഫ് ചെയ്യാനുണ്ട്. തവാഫിന്റെ രീതിയും നമുക്ക് ഇനി മനസ്സിലാക്കാനുണ്ട്. തവാഫ് ചെയ്യാന്ന് പറഞ്ഞാൽ ഹജറുൽ അസ്വദിനെയാണ് നമ്മൾ ചുറ്റുന്നത്, കഅബ ഷരീഫിന്. അപ്പോൾ ഹജറുൽ അസ്വദിന്റെ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ആ തുടങ്ങുന്നത് തന്നെ ഹജറുൽ അസ്വദിന്റെ നേരെ നിൽക്കുക. ഹജറുൽ അസ്വദിന്റെ അടുത്ത് നിൽക്കാനൊന്നും ഇപ്പോൾ കഴിയില്ല, കാരണം തിരക്കല്ലേ. അതുകൊണ്ട് അതിന്റെ മുസാമിത്തിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ നേരെ നെഞ്ചുകൊണ്ട് അതിനോട് മുന്നിടിച്ചുകൊണ്ട് കുറച്ചിങ്ങോട്ട് മാറി നിൽക്കുക. എന്നിട്ട് ഇങ്ങനെ ചെറിയ ചവിട്ടടി വെച്ചിട്ട് ഹജറുൽ അസ്വദ് നേരെ എത്തി എന്ന് കണ്ണോട് കൂടെ ഇടഭാഗത്തേക്കാക്കുക. എന്നിട്ട് ഇടഭാഗം വെച്ചുകൊണ്ട് ഇങ്ങനെ 7 ചുറ്റല് ചുറ്റി കൊണ്ടുവരുന്നതിനാണ് എന്ത് പറയുന്നത്? തവാഫ് എന്ന് പറയുന്നത്. അതിൽ ഏകദേശം 360ഓളം മസ്തലുകൾ ഉണ്ടെന്ന് പറയുന്നത്. നമ്മൾ നെഞ്ചുകൊണ്ട് അങ്ങോട്ട് തിരികെയോ അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ബാക്കിൽ നിന്ന് തിരക്കിയിട്ട് തിരികെയോ ഒക്കെ ചെയ്യുമ്പോൾ ആ തവാഫ് ബാത്തിലാവും. അപ്പോൾ ആ തവാഫ് വളരെ കൃത്യമായി ശ്രദ്ധയോടുകൂടെ ചെയ്യണമെന്ന ഒരു ഇബാദത്താണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, നമുക്കറിയാം അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ഇസ്ലാമിന്റെ 2ാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഓമനപുത്രൻ അബ്ദുള്ള എന്ന മോൻ. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പ്രവാചകനെ എല്ലാ വിഷയത്തിലും അനുകരിച്ചിരുന്ന, പിന്തുടർന്നിരുന്ന ഒരു മഹാവ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. ഹദീസുകളിലൂടെ മഹാനവറുകളുടെ മനാഖിബ് പാഠം നൽകുന്നുണ്ട്. എവിടെ റസൂൽ കാല് വെച്ചു അവിടെ വെക്കും, എവിടെ ഇരുന്നു അവിടെ ഇരിക്കും. എങ്ങനെയാണ് റസൂൽ തുപ്പിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നടന്നത്, എങ്ങനെയാണ് നോക്കിയത്, ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാള്. ഒരു സമയം കഅബ ഷരീഫിന്റെ അകത്ത് നിസ്കരിക്കാൻ വേണ്ടി കയറി പ്രവാചകൻ. അപ്പോൾ അടുത്തുണ്ടായിരുന്നില്ല. പിന്നെയാണ് അറിഞ്ഞത് പ്രവാചകൻ ഇങ്ങനെയാണ് നിസ്കരിച്ചത് എന്ന്. അങ്ങനെ ഓടി വന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് കാര്യങ്ങൾ തിരക്കി. എങ്ങനെ, എവിടെ, എങ്ങനെ, ഏത് എന്നൊക്കെ ചോദിച്ചതിനകത്ത് കയറി അതുപോലെ ചെയ്യാനുള്ള ശ്രമം നടത്തിയ മഹാനാണ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. അങ്ങനെയാണ് അവർ ചെയ്തത്. കാരണം കഅബത്തിന്റെ അകത്താകുമ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും തിരിയാം. അതാണ് അതിന്റെ മസ്അല. നാം എല്ലാവരും കഅബയുടെ ഉള്ളിൽ വെച്ച് നിസ്കരിച്ചിട്ടുമുണ്ട്. മക്കയിൽ പോയവരും ഉംറക്ക് പോയവരാണെങ്കിലും ഹജ്ജിന് പോയവരാണെങ്കിലും. അതാണല്ലോ നമുക്കറിയാം ആ ഹിജർ ഇസ്മായിലിന്റെ ആ കെട്ട്. അത് ഉയർത്തിയിട്ടില്ല. അതെങ്ങാനും ഉയർത്തി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്കും അതിൻ്റെ അകത്ത് കയറാൻ കഴിയില്ല. അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ അപാരമായ ഹിക്മത്തുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. അതിൻ്റെ ബാക്കിൽ നമ്മുടെ നാട്ടിൽ ജീവിച്ചു ഇരുന്ന മഹത്തുക്കളായ ആളുകളുടെ ചില വലിയ സംഭവങ്ങളും അതിൻ്റെ ബാക്കിലുണ്ട്. നമുക്ക് ഇത് തന്നെ പറയാൻ ടൈമില്ല. അതുകൊണ്ട് പിന്നെ അതിലേക്ക് പോകണോ എന്നാണ് ആലോചിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന, ഏതായാലും പറയട്ടെ, പേരുകേട്ട ഒരു പണ്ഡിതനുണ്ടായിരുന്നു, ഷുജായി മുഹമ്മദ് മുസ്ലിയാർ എന്ന്. അദ്ദേഹം കഅബയിൽ പോയി മക്കത്ത് പോയി റൗള ഷരീഫൊക്കെ പോയി ഹജ്ജിന് പോയതാ. അവിടെ വെച്ചിട്ട് മഹാനവറുകള് അദ്ദേഹത്തിന്റെ പുണ്യകർമ്മങ്ങളൊക്കെ നിർവഹിച്ച് അദ്ദേഹം ഹിജർ ഇസ്മായിൽ പറയുന്ന കഅബയുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ദുആ ചെയ്തു, എനിക്ക് മുറബ്ബിയായ ഒരു ഷെയ്ഖിനെ ബൈഅത്ത് ചെയ്തുകൊണ്ട് ആ തരീഖയിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യണേ എന്ന്. ആ ഇടക്ക് വെച്ച് അദ്ദേഹം അവിടെ വെച്ചിട്ട് ഉറങ്ങിപ്പോയി എന്ന. ഉറങ്ങിയ സമയത്ത് ഇതിന് ഹദീസോ ഖുർആനോ ദലീൽ ചോദിക്കരുത്, ഇത് സംഭവങ്ങളാണ്. ഇതിന്റെ സംഭവ നിജസ്ഥിതി ഉണ്ടോ എന്നാണ് അന്വേഷിക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കാരണം അതിന്റെ തവാരീഖുകൾ അവരൊക്കെ ജീവിച്ച് ഈ അടുത്ത കാലത്താണ് നമ്മുടെ ഇവിടെ നിന്നും വിട പറഞ്ഞത്. പഴയ ആളുകൾക്കൊക്കെ അവരെ സുപരിചിതമാണ്. പണ്ഡിത ലോകത്തിന്റെ മുമ്പിൽ അവരൊക്കെ വെളിച്ചമാണ്, അറിയാനും കഴിയുന്ന മഹത്തുക്കളാണ്. അങ്ങനെ അവിടെ കിടന്നുറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്വപ്നം കാണിച്ചു, നിങ്ങളുടെ കയ്യിലുള്ള ഈ തസ്ബീഹ്മാല ആരാണോ ചോദിക്കുന്നത് അവരാണ് എന്ന്. അപ്പോൾ ഇത് പറയാൻ എന്നെ പ്രേരിപ്പിച്ച മറ്റൊരു വശം കൂടിയുണ്ട്. കാരണം നാം അറിയില്ല എപ്പോഴാണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് സംഭവിക്കുക, എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുക എന്ന് നമുക്കൊന്നും അറിയില്ല. അപ്പൊ ആരാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും വലിയവർ എന്ന് പറയാനും നമുക്കാർക്കും കഴിയില്ല.
അങ്ങനെയൊക്കെയാണ്. അദ്ദേഹം ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നു. അദ്ദേഹം ഒരു സമയം അദ്ദേഹത്തിന്റെ പള്ളിയിലെ ദർസൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ആ കാലഘട്ടത്തിൽ ചൂട്ടാണല്ലോ വെളിച്ചത്തിന് വേണ്ടി മേടിക്കാറ്. ചൂട്ട് നമുക്കറിയാം, പഴയ ആളുകൾക്കൊക്കെ അറിയാം. ഇപ്പോൾ നല്ലവണ്ണം അറിയാൻ സാധ്യത കുറവായിരിക്കാം, എന്നാലും അറിയാം. അപ്പോൾ ഓല കൊണ്ട് കെട്ടിയിട്ട് അതിനെ കൊടുത്തിരി കത്തിച്ചു പോകുന്നത്. അപ്പോൾ അത് മേടിച്ചിട്ട് പോകും. അതല്ലെങ്കിൽ മെഴുകുതിരി മേടിക്കും. അപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്നതിന്റെ കുറച്ച് ദൂരെയായിട്ട് ഒരു ഷോപ്പ്, ചെറിയ കട, ആ കട നടത്തുന്ന മമ്മദ്ക്കയാണ്. അപ്പൊ അവിടുന്ന് മേടിച്ചിട്ട് അദ്ദേഹം പോവാറുള്ളത്. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ ഹജ്ജൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോൾ വെളിച്ചം ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറിയിട്ട് സാധനം കൊടുത്തു. അതിന് കാശ് ചോദിച്ചു. അദ്ദേഹം കാശ് കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ചില്ലറയില്ല. അപ്പൊ എനിക്ക് ചില്ലറ വേണം, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്നാ പിന്നെ സാധനം എടുക്കാതിരിക്കാനുള്ള രക്ഷയുള്ളൂ എന്ന നിലക്കെത്തി. അപ്പോ അദ്ദേഹം പറഞ്ഞു കാശ് പിന്നെ തന്നാൽ മതി. അതൊന്നും പറ്റൂല, എനിക്ക് അതിന്റെ കാശ് തന്നെ തരണം. അപ്പൊ കാശില്ല എന്ന് പറഞ്ഞിട്ട് കാശിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു നേരം വാക്ക് തർക്കമല്ല, അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അദ്ദേഹം പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങൾ കാശ് തരണ്ട, നിങ്ങളെ കയ്യിലുള്ള ആ മാല തന്നാ മതി. അപ്പോ ഷുജായി മുഹമ്മദ് മുസ്ലിയാർ വിചാരിച്ചു, പടച്ചോനെ, ഞാന് കഅബ ശരീഫിൽ പോയിട്ട് ദുആ ചെയ്തപ്പോൾ അവിടെ കടന്നപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടല്ലോ. അപ്പോൾ ആ മാല ചോദിക്കുന്ന ആളാണ് മുറബ്ബിയ ഷെയ്ഖ് എന്ന് എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ഇപ്പൊ ഈ മാല ഇപ്പൊ ഈ മുഹമ്മദ്ക്കേ ചോദിച്ചത് എന്ന നിലക്ക് എന്തായി, അതേതായാലും തരാൻ പാടില്ല. അപ്പം മുപ്പര എനിക്ക് മാല മാത്രം മതി, മറ്റൊന്നും വേണ്ട. അത് തരാൻ പറ്റൂല. കാരണം ഷുജായി മുസ്ലിയാർ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ, ഇതാണ്. അങ്ങനെ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ മുഹമ്മദ്ക്ക പറഞ്ഞു, നിങ്ങള് കഅബയിൽ ഹജ്ജിന് പോയ സമയത്ത് ഇന്ന സ്ഥലത്ത് കിടന്നുറങ്ങിയില്ലേ കഅബത്തിന്റെ ഉള്ളില്, അപ്പോൾ നിങ്ങൾ ദുആ ചെയ്തപ്പോൾ നിങ്ങൾക്കൊരു സ്വപ്നം കാണിച്ചില്ലേ, അതുകൊണ്ടാണ്. അപ്പോഴാണ് അത്ഭുതപ്പെട്ടു പോയത്. ഷുജായി ഇത്രക്കും മഹത്തുക്കളായ മനുഷ്യന്മാർ ഈ കോലത്തിൽ കൊണ്ടല്ലോ എന്ന് നോക്കൂ. അപ്പോ ആളുകളുടെ മുഹമ്മദ്ക്കയാണ്, പക്ഷെ അദ്ദേഹം അള്ളാഹുവിന്റെ അടുക്കൽ വലിയ അടുപ്പമുള്ള മനുഷ്യനായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഹിജർ ഇസ്മായിൽ പറഞ്ഞപ്പോ ഒരു ഓർമ്മയിൽ വന്നത് കൊണ്ട് നമ്മൾ പങ്കുവെച്ചതാണ്. ചിലപ്പോൾ അതൊക്കെ വേണ്ടി വരുമല്ലോ. അപ്പൊ പറഞ്ഞു വരുന്നത്, ആ ഹിജർ ഇസ്മായിലിന്റെ ഉള്ളില് അത് കഅബ ഷരീഫാണ്. അപ്പൊ കഅബയുടെ ഉള്ളിൽ നാം എല്ലാവരും നിസ്കരിച്ചിട്ടും ഉണ്ട്. അതിനുള്ള ഭാഗ്യവും നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുമുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത്, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ആ വിഷയം അന്വേഷിച്ചുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു എന്നതാണ്. അപ്പൊ അത്രക്കും കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കുകയും അന്വേഷിക്കുകയും അറിയുകയും ചെയ്തിരുന്ന ഒരു സ്വഹാബി വര്യൻ, ഏറ്റവും ഉന്നതനായ സ്വഹാബി വര്യനാണ് ആര്, മഹാൻ ഇബ്നു ഉമർ റളിയല്ലാഹു തആല. ആ ഇബ്നു ഉമർ എന്നവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, ഖാൽ ജാഅ റജുലുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വന്നു. ഫഖാല, എന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ യൂജിബുൽ ഹജ്ജ, ഹജ്ജിനെ നിർബന്ധമാക്കുന്ന ഘടകം ഏതാണ്? ഹജ്ജ് നിർബന്ധമാണെങ്കിൽ ഏത് ഘടകമാണ് എന്നിൽ വേണ്ടത്? പുണ്യ നബിയുടെ മറുപടി, ഖാല അസ്സാദു വറാഹില, ഭക്ഷണം വേണം, പിന്നെ എന്തും വേണം, വാഹനവും വേണം. ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് സൗകര്യമായ ഭക്ഷണം, കഴിക്കാനുള്ള ഭക്ഷണം, അതുപോലെ തന്നെ മരുന്നാണെങ്കിൽ അതിനോട് അനുബന്ധമായിട്ടുള്ള എല്ലാം അതിൽ പെടും. അതുപോലെ തന്നെ വറാഹിലായി വാഹനവും വേണം എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ഇമാം തിർമിദി, ഇബ്നു മാജ ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് കാണാം, ഇബ്നു ഉമർ തൊട്ട് തന്നെ, ഖാല സഅല റജുലുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, അല്ലാഹുവിന്റെ റസൂലോട് ചോദിച്ചു, മൽ ഹജ്ജു, എന്നാൽ ഹജ്ജിന്റെ വിശേഷണം, ഹജ്ജ് എങ്ങനെയാണ്, മൽ ഹാജ്, ഹാജ് എങ്ങനെയാണെന്ന, ഹാജിയായ ആളാവുമ്പോൾ അയാളുടെ വിശേഷണം, അയാളുടെ രീതി എങ്ങനെയാണ്? അപ്പൊ പറഞ്ഞു, ഖാല അശ്ശഅസു അത്തഫ്ലു എന്നാ പറഞ്ഞത്. അതായത് അദ്ദേഹം പിന്നെ തല മറക്കാത്ത ആളായിരിക്കും, അതുപോലെ തന്നെ ചെടക്കൂത്തിയ ആളായിരിക്കും. എന്ന് പറഞ്ഞാൽ ഭംഗിയും വേഷവും ഇതിനെ കൊണ്ടും ഒന്നും നല്ല ഭംഗി ഉണ്ടാകുന്ന ആള് ആവുകയില്ല. അപ്പൊ അതായിരിക്കും അവരുടെ വിശേഷണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുറെ പിന്നെ നല്ല ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുള്ള രീതിയല്ല, മറിച്ച് അള്ളാഹുവിലേക്കുള്ള ആ ഒരു മടക്കമാണ് എന്ന ആ ഒരു ഓർമ്മയിൽ അദ്ദേഹം എല്ലാം ത്യജിച്ചുകൊണ്ടുള്ള ഒരു ചുറ്റുപാടിൽ, ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന നിലയായിരിക്കും ഹാജിക്ക് ഉണ്ടായിരിക്കുക എന്ന് പ്രവാചകൻ പഠിച്ചു കൊടുത്തു. അതായത്
തല ചിടക്ക് കുത്തിയ ആള് എന്ന് പറയും. മുടിയൊന്നും ചീകാതൊക്കെ ഇങ്ങനെ ഇട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആളായിരിക്കും. അതിനൊന്നും വലിയ ശ്രദ്ധയില്ല, ശ്രദ്ധ മുഴുവനും അള്ളാഹുലേക്കാണ് എന്നർത്ഥം. ഫക്കാമ ആഹ്റു, അപ്പൊ മറ്റൊരാൾ എണീറ്റു. ഫക്കാല യാ റസൂലല്ലാഹി റസൂൽ അയ്യുൽ ഹജ്ജ് അഫ്ളൽ, ഏത് ഹജ്ജാണ് ഏറ്റവും ശ്രേഷ്ഠമായത്? അപ്പൊ ഹജ്ജ് ശരി, അപ്പൊ ഹജ്ജിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്ത് എന്ന ഒരു ചോദ്യം അതിന്റെ അമലുകളിൽ. ഫഖാൽ, അപ്പൊ റസൂൽ പറഞ്ഞു അൽ ഹജ്ജു വസ്സജ്, അതായത് ഹജ്ജിൽ ചെയ്യേണ്ടുന്ന കാര്യം അത് ഏറ്റവും ചെല്ലുന്നത് അവൻ ഇഹ്റാം ചെയ്താൽ പിന്നെ സുന്നത്താണ് തൽബിയത്ത് ചെല്ലൽ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് തുടങ്ങുന്ന ലബ്ബൈക്, ആ തെൽബിയത്ത്. അപ്പൊ ആ തെൽബിയത്ത് ഒച്ചത്തിൽ ചെല്ലുന്നതാണ് ഏറ്റവും പുണ്യമായത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഹജ്ജിന് പോകുന്നു, അതിന് നമ്മൾ ഇഹ്റാം ചെയ്യുന്നു, ഇഹ്റാം ചെയ്തതിന് ശേഷം നമുക്ക് തെൽബിയത്ത് സുന്നത്തുണ്ട്. അപ്പൊ ആ സുന്നത്തായ തെൽബിയത്തിന് ഉച്ചത്തിൽ ചെയ്ത് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് ഈ ഹദീസ് പാഠം നൽകുകയാണ്. അപ്പൊ ചിലവർ മടിച്ചിട്ട് അങ്ങനെ മടപതിക്കെ അങ്ങനെയല്ല, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ, വളരെ ശബ്ദത്തിൽ അതിങ്ങനെ ഒച്ചത്തിൽ ചെല്ലിയിട്ട് നമ്മൾ ആകെ ചേഞ്ചായി പോകുന്ന ഒരു സമയം, സന്ദർഭവും രംഗവുമാണത്. നമ്മൾ ആകെ മാറിപ്പോകുന്നു. അപ്പോൾ ആ നല്ല ഉച്ചത്തിൽ, നല്ല ഇഖ്ലാസോടുകൂടെ, നല്ല ഈമാനുറപ്പോടുകൂടെ, നല്ല ആവേശത്തോടുകൂടെ അള്ളാഹുവിന്റെ പ്രീതിയെ ആഗ്രഹിച്ചുകൊണ്ട് ആണ് ചെല്ലുന്നത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഫഖാമാഹറു. അപ്പൊ പിന്നെ മറ്റൊരാൾ എന്നിട്ട് വീണ്ടും ചോദിച്ചു. എന്താ ചോദ്യം? യാ റസൂൽ സബീലു, അതിന്റെ വഴികൾ എന്തൊക്കെയാണ്? ഈ പറഞ്ഞത് തന്നെയാണ് ആ ചോദ്യം. ഹജ്ജിന് വേണ്ടിയുള്ള വഴികൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പൊ വഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി എന്തായിരുന്നു? ഖാല സാദും വറഹല, ഭക്ഷണവും പിന്നെ വാഹനവുമാണ് എന്ന് പ്രവാചകൻ മറുപടി കൊടുത്തു. അപ്പൊ ഇത് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഹജ്ജിന് പോകണം എന്ന ആ ഒരു പ്രേരണ ഈ ഹദീസുകൾ നമുക്ക് പാഠം നൽകുകയാണ്. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഇന്നലെ പറഞ്ഞ മസ്അലയുടെ ബാക്കി ഭാഗം നമുക്ക് ഇപ്പോൾ പ്രതിപാദിക്കാം. അതായത് ഹജ്ജിന്റെ ഫർളുകളാണ് നാം പഠിച്ചത്. അത് ഒന്ന് ഇഹ്റാമായിരുന്നു, അത് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് വുഖൂഫ് അറഫ, അത് എന്താണെന്ന് ചെറിയൊരു എത്തിനോട്ടം നടത്തി. രണ്ടാമത് തവാഫ് ഇഫാദ നമ്മൾ പഠിച്ചു. ഇനി അടുത്തതാണ് നാം പഠിക്കാനുള്ളത് തവാഫ് എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു, ഹജറുൽ അസ്വദിന് 7 തവണ ചുറ്റലാണ്. അത് നാം നിൽക്കേണ്ടത് എവിടെയാണ് എന്നൊക്കെ ഇന്നലെ നമ്മൾ ചെറിയ രീതിയിൽ മനസ്സിലാക്കി. അതിനെ തവാഫ് ചെയ്യുന്ന സമയത്ത് വളഞ്ഞുകൊണ്ട് നിൽക്കാൻ പാടില്ല, ആകാശത്തേക്ക് നോക്കാൻ പാടില്ല, തിരിയാൻ പാടില്ല, പിന്നോട്ട് നോക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ചെയ്താൽ തവാഫ് ബാത്തിലാവും. മാത്രമല്ല ആ തവാഫ് ചെയ്യുമ്പോൾ നമുക്ക് ശുദ്ധിയും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അപ്പോൾ തിരിഞ്ഞോ മറിഞ്ഞോ ഒന്നും നോക്കാൻ പാടില്ല. വളരെ കൃത്യമായി ഇടഭാഗത്തേക്ക് കഅബയെ ആക്കിക്കൊണ്ട് തന്നെയാണ് പോകേണ്ടത്. നെഞ്ച് കഅബയിലേക്ക് തിരിയാൻ പാടില്ല, അതിന് തിരിഞ്ഞു വരാൻ പാടില്ല. തിരക്കുകളോ മറ്റോ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങുമ്പോൾ പോയ ഒരു റൗണ്ട് ബാത്തിലാവും, പിന്നെയും വീണ്ടെടുക്കേണ്ടതാണ്. അപ്പോൾ ചിലപ്പോൾ 7 പൂർത്തിയാകാൻ ചിലപ്പോൾ 14 വേണ്ടി വരും. കാരണം ഏതെങ്കിലും കാരണം കൊണ്ട് ഏതെങ്കിലും പിന്നെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം വളരെ കൃത്യമായി ശ്രദ്ധയോടുകൂടെ ശ്രദ്ധിക്കേണ്ടതുമാണ്. അപ്പൊ അതിന് ചെയ്യേണ്ടുന്നത് ആദ്യമായിട്ട് ഹജറുൽ അസ്വദിന്റെ നേർക്ക് വരുന്നതിന്റെ മുമ്പ് ലേശം ഇങ്ങോട്ട് മാറി നിന്നിട്ട് നേരെ അഭിമുഖമായിട്ട് നേരെ നെഞ്ചുകൊണ്ട് തന്നെ ആദ്യം അങ്ങോട്ട് നിൽക്കുക. എന്നിട്ട് പതിയെ ഇങ്ങനെ 2 ചവിട്ടടി ഇങ്ങോട്ട് വെച്ചിട്ട് ആ ഹജറുൽ അസ്വദിന് കാണാൻ പച്ചലേറ്റ് കാണോട് കൂടെ ഒരൊറ്റ തെറ്റല്, അങ്ങനെ തെറ്റുമ്പോൾ ഇടഭാഗമായി, അപ്പൊ ക്ലിയർ ആയി. എന്നിട്ട് ആ കൈ കൊണ്ടിട്ട് സലാം പറഞ്ഞിട്ട് അങ്ങനെ പോരുക. പിന്നെ അതിന്റെ ഇടയിൽ നമുക്ക് ഒരുപാട് അമലുകളുണ്ട്. അങ്ങനെ കഅബന്റെ വാതിലെത്തുമ്പോൾ ദുആ ചെയ്യാനുണ്ട്, മീസാബിന്റെ ബാക്കിലുണ്ട്, അതുപോലെ തന്നെ ഓരോ റുക്കുൽ അങ്ങനെ മൂലകളിൽ വരുമ്പോഴുണ്ട്. ഇനിയിപ്പോ ഒരു സാധാരണക്കാരനാണ് ഒരു ദുആയും ഇങ്ങനെ കാണാൻ പഠിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ, വലിയ പ്രാർത്ഥനയാണ് അത് തങ്ങ് ചൊല്ലുക. അതോടൊപ്പം ദോഷങ്ങൾ പുറത്തു തരാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുക. അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് മുക്തമാക്കാനും വേണ്ടിയിട്ട് ദുആ ചെയ്യുക, സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഇത് തന്നെ ചോദിക്കേണ്ടത്. പിന്നെ ദുന്യവിയായ കാര്യങ്ങൾ പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് ചോദിക്കുക. നമ്മൾ അതിനല്ലല്ലോ, നമുക്ക് ആഖിറം വെളിച്ചമാവണം, സ്വർഗത്തിൽ പ്രവേശിക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അല്ലാഹുമ്മ ഹർരിം അലയ്യ അന്നാർ എന്നൊക്കെ ദുആ ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് ദുആകളുണ്ട്. അതിന്റെ വീടുകളൊക്കെ അവിടെ കിട്ടും നമുക്കല്ലോ, അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് അത് നോക്കിയിട്ട് ചൊല്ലിക്കൊണ്ട് പോകാം. അതല്ലെങ്കിൽ അതൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരാളാണെങ്കിൽ ഈ പറഞ്ഞ പ്രാർത്ഥന മാത്രം ചൊല്ലുകയും മലയാളത്തിൽ മനസ്സിൽ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് അങ്ങനെ തവാഫ് ചെയ്യുക ചുരുക്കത്തിൽ. ഇനി അതിന്റെ നാലാമത്തേത് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ നാലാമത്തത് സഅയാണ്. അതായത് ഇതിന്റെ ഇടക്ക് നമുക്ക് സുന്നത്തായിട്ടുള്ള മിനരാപ്പാർക്കല്, ജംറകൾ എറിയത് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പറയുന്നുണ്ട്, അത് വരുന്നുണ്ട്. ഇപ്പോൾ അതിന്റെ ഫർളായിട്ടുള്ള കാര്യങ്ങൾ അർക്കാനാണ് നമ്മൾ എണ്ണിയത്. അതിൽ 1 നിയ്യത്തായിരുന്നു, 2 വുഖൂഫ് അറഫയാണ്, 3 നമ്മൾ തവാഫ് ഇഫാദയാണ്,
നാലാമത്തെ സഅയ്. സഅയ് എന്ന് പറഞ്ഞാൽ ഉളരുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. സഅയ് എന്ന് പറഞ്ഞാൽ ഉളരുക എന്നാണ്. അതായത് സഫാ മറുവിനെ ഇന്ന സഫാ വൽ മറുവത മിൻ ശഅഇരില്ലാ, പരിശുദ്ധ ഖുർആൻ. മാത്രമല്ല ദാറഖുത്നിയും മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഉദ്ധരിക്കുന്നു. എന്താ വേണ്ടത്? ഇസ്തഖ്ബലൽ ഖിബ്ലത ഫി സഅയ് എന്നാണ്. അതായത് ഖിബ്ലയിലേക്ക് മുന്നിട്ടു, ഫി സഅയ് ഫഖാല അയ്യുഹന്നാസ്, എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു ഇസ്അഉ ഫഇന്ന സഅയ ഖദ് കുതിബ അലൈക്കും ഐ ഫുരിദ എന്നാണ്. പ്രവാചകൻ പറഞ്ഞു നിങ്ങളുടെ മേൽ സഅയിനെ ഫർളാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പ്രവാചകൻ അവർക്ക് ഉത്ബോധനം കൊടുത്തു എന്ന് ഹദീസ് ഇതിന് ലക്ഷ്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സഅയിന്റെ നേരെയുള്ള അർത്ഥം ഉളരുക എന്നാണ്. പക്ഷെ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു മുത്തലക്കൻ മഷി, നടക്കുക എന്നേ ഉള്ളൂ, ഉളരേണ്ടതില്ല. ഉളരിയിട്ട് ഓടി നടക്കുക എന്നുള്ളത് ഇവിടെ ഉദ്ദേശമില്ല. അപ്പൊ അതിന് 7 നിബന്ധനകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതായത് എല്ലാ അതായത് സഅയ് ചെയ്യുന്ന സമയത്ത് അതിന്റെ നിബന്ധനകളിൽ പെട്ടതാണ് നമ്മൾ ആ മലയുടെ അടിയിൽ നിന്നാണെങ്കിൽ നമ്മൾ വിരലിന്റെ തെറുഫുകൾ അതിന്റെ തെല്ലിലേക്ക് ഇങ്ങനെ തട്ടിച്ച് നിർത്തിയിട്ടാണ് തുടങ്ങേണ്ടത്. അപ്പൊ സഫയിൽ നിന്ന് തുടങ്ങി മറുവയിൽ അവസാനിപ്പിക്കണം. അപ്പോൾ ഒരാൾ മറുവയിൽ നിന്ന് തുടങ്ങിയിട്ടാണ് കൊണ്ടുവന്നെങ്കിൽ സഹിയാവുകയില്ല. അപ്പൊ തെറുഫുകൾ അവിടെ വെക്കണം. ഇനി പുരുഷനാണെങ്കിൽ ആ പുരുഷൻ ആ മലേന്റെ മുകളിലേക്ക് കയറൽ സുന്നത്തുണ്ട്. അപ്പൊ ഇന്ന് അതിന്റെ ആ ഒരു ഉയർച്ച അവിടെ കാണാം. അങ്ങനെ ആടുമ്പോൾ കയറി കഴിഞ്ഞാൽ പിന്നെ ഈ തട്ടിക്കൽ വേണ്ട, കാരണം അപ്പൊ ക്ലിയർ ആയി. കാരണം തട്ടിക്കലിനെക്കാട്ടിലും ഉത്തമമുള്ളത് അവിടെ കേരളമാണ്. അപ്പൊ കേരളം ചെയ്താൽ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വരുന്നു. പിന്നെ അവിടെ ലൈറ്റ് ഇട്ട് കാണും നമുക്ക് ഉളരി നടക്കാനുള്ള. ഹാജറ ബീവി അവരുടെ യാത്രക്കാർ വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് ഓടിയൊരു സ്ഥലമുണ്ട്. അവിടെ ആണുങ്ങൾക്ക് കുറച്ച് ഉളരി നടക്കൽ സുന്നത്തും കൂടിയുണ്ട്. അപ്പോ അങ്ങനെ ഈ സഅയ് തുടങ്ങേണ്ടത് സഫയിൽ നിന്ന് മറുവയിൽ അവസാനിപ്പിക്കണം എന്നതാണ്. അതിന്റെ ഈ വിരലിന്റെ തെല്ലുകൾ അടിയിൽ നിന്നാണെങ്കിൽ അതിലേക്ക് തട്ടിച്ചിട്ട് അങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്. മുകളിൽ കയറുന്നുവെങ്കിൽ അതിന് കുഴപ്പവും ഇല്ല. എന്നാൽ പിന്നെ തട്ടിക്കണ്ടെന്ന് ശ്രദ്ധ വെക്കേണ്ടതില്ല, കാരണം നമ്മൾ അതിന്റെ മുകളിൽ കയറി. അവിടെ കയറിയിട്ട് നിന്നിട്ട് നേരെ ഹജറുൽ അസ്വദിലേക്ക് നോക്കിയിട്ട്, ആ ഹജറുൽ അസ്വദ് നിൽക്കുന്ന കഅബയിലേക്ക് നോക്കിയിട്ട് കരങ്ങൾ ഉയർത്തിയിട്ട് ഒരു ദുആ ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, തുടങ്ങുന്നത്. അത് മറുവയിൽ എത്തുമ്പോഴും അങ്ങനെ നോക്കണം, അങ്ങനെ ചെയ്യണം. ഇതൊക്കെ നമുക്ക് സുന്നത്തുള്ള കാര്യങ്ങളാണ്. അതിന്റെ മുകളിൽ കയറൽ നമുക്ക് സുന്നത്താണ്. അപ്പൊ സഫന്റെ അവിടെ തുടങ്ങുന്ന സമയത്ത് നമുക്കറിയാം, അവിടെ ഇപ്പോൾ കണ്ണാടിയോടൊക്കെ വെച്ചിട്ട് അതിന്റെ ബാക്കിൽ കല്ലുകൾ കാണാതെ പഴയ മലയാണ്. അതേസമയത്ത് മറുവയിൽ വരുമ്പോൾ അങ്ങനെയല്ല, അതിങ്ങനെ തുറന്ന് തന്നെ കിടക്കുന്നതായിട്ടും കാണാം. അവിടെ പെയിന്റൊക്കെ അടിച്ചിട്ട് വെച്ചിരിക്കണതിന് മുകളിൽ കയറാം, നമുക്ക് കഴിയും. ഇൻഷാ അല്ലാഹ് അതാണ് അവിടെ ചെയ്യുന്നത് സഅയ്. അതാണ് 7 പ്രാവശ്യമാണ്. അതും എല്ലാം 7ആണ്, ആഴ്ച 7ആണ്. നമുക്ക് ജംറകൾ എറിയുന്നത് 7ആണ്. അതുപോലെ തന്നെ തവാഫ് ചെയ്യുന്നത് 7ആണ്. അതുപോലെ സഅയിന്റെ നിയമങ്ങളിൽ വരുന്നത് 7ആണ്. അങ്ങനെ എല്ലാം 7ലേക്ക് ഒരു വലിയ ബന്ധമുണ്ട്. അതാണ് ലൈലത്തുൽ ഖദ്റിലും സബൂഹ് ശരീൻ എന്നതിലേക്കുള്ള ബന്ധങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥലത്ത് അതും വിശദീകരിക്കുന്നുണ്ട്. ഇരിക്കട്ടെ. അപ്പോൾ ഒരാള് ഹജ്ജിന് വന്നു, മക്കയിൽ നിന്നാണ്, അദ്ദേഹം എഹ്റാം ചെയ്ത് മക്കയിൽ വരുമ്പോൾ പിന്നെ ആദ്യം ചെയ്യുന്നത് ഖുദൂമിന്റെ തവാഫാണ്. ഖുദൂം എന്ന് പറഞ്ഞാൽ മുന്നിട്ട് വരുന്ന. ആദ്യം നമ്മൾ കഅബയിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ രണ്ടക്കാത്ത തഹയ്യത്ത് എന്ന് പറഞ്ഞാൽ അത് തവാഫാണ്. അപ്പോൾ നമ്മൾ ആ ബാബു സലാമിലോ അതിലൂടെ ഇങ്ങനെ കടന്നു വന്നപ്പോൾ കഅബയെ കാണുന്നതോട് കൂടെ തന്നെ കഅബയെ അഭിവാദനം ചെയ്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വൽ ഹംദു യുഹ്യി വയുമീതു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നൊക്കെ പറഞ്ഞ് ആ പ്രത്യേകമായ പ്രാർത്ഥനകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിന്റെ ലാസ്റ്റ് ആ പ്രാർത്ഥനകളൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അതെല്ലാം പറഞ്ഞിട്ട് നമ്മൾ മത്താഫിലേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് നമ്മൾ ഖുദൂമിന്റെ തവാഫ് നമ്മൾ ചെയ്യുന്നു 7 പ്രാവശ്യം. തവാഫ് എല്ലാം ഒന്ന് തന്നെയാണ്, ഈ പറഞ്ഞ തവാഫ് തന്നെയാണ്. അപ്പോൾ നിയ്യത്ത് ഖുദൂമാണ്. അത് മുന്നിട്ട് വന്ന ആ അഭിമുഖമാകുന്ന ആ ഒരു തഹയ്യത്തിന് വേണ്ടിയിട്ടുള്ള തവാഫ് അത് ചെയ്തു. അത് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സഅയ് ചെയ്യാം. ഈ സഅയ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ പിന്നെ ഇഫാദത്തിന്റെ തവാഫ് ചെയ്തതിന് ശേഷം ചെയ്യേണ്ടതില്ല. ഹജ്ജിനാണെങ്കിൽ ചെയ്യേണ്ടതില്ല. ഇപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇഫാദത്തിന്റെ തവാഫിന് ശേഷമാണ് ചെയ്യേണ്ടത് എന്നുകൂടി മനസ്സിലാക്കണം. ഇഫാദത്തിന്റെ തവാഫ് നമ്മൾ അറഫയിൽ നിന്നതിന് ശേഷം പെരുന്നാളിന്റെ അന്നത്തെ രാത്രിയോട് കൂടെ അതിന്റെ തുടക്കമായി. പിന്നെ നമുക്ക് അടുത്തുള്ള ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റും, നമ്മൾ പഠിച്ചു ഇന്നലെ. അപ്പൊ ആ തവാഫിന് ശേഷമാണ് ചെയ്യുന്നതെങ്കിൽ അതൊരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ സമയത്ത് ചെയ്തിട്ടുണ്ട് എങ്കിൽ പിന്നെ നമ്മൾ സഅയിലേക്ക് പോവേണ്ടതില്ല. ആ സഅയ് അതിലൂടെ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പോ 1 ഇഹ്റാം, അത് 2 കഴിഞ്ഞാൽ വുഖൂഫ് അറഫ, 3 ഇഫാദത്തിന്റെ തവാഫ്, 4 സഅയ് എന്ന് പറയുന്നതാണ് സഅയ്. ഇനി അതിന്റെ മറ്റ് അനുബന്ധ ഘടകങ്ങൾ നമുക്ക് പഠിക്കാറുണ്ട്. അപ്പോ ഇങ്ങനെ സഅയ് ചെയ്യുന്ന സമയത്ത് അതിന്റെ എണ്ണത്തിൽ പിഴച്ചു പോയി കഴിഞ്ഞതിന് ശേഷമാണ്, അതായത് അതിന്റെ സഅയ് ഈ 7ന്റെ താഴെ ചെയ്താൽ അത് സഹീഹാവുകയില്ല, അത് ബാത്തിലായി. അപ്പോൾ 5ഓ 6ഓ ഒക്കെയാണ് ചെയ്തതെങ്കിൽ സഅയ് ബാത്തിലായി. 7 തന്നെ പൂർത്തിയായിട്ട് വേണം. ഇനി
അതിന് വിരമിക്കുന്നതിന് മുമ്പ് ഓർമ്മയായിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിച്ചാൽ മതി. ഇനി സഴി ചെയ്യുന്നതിന്റെ ഇടയിൽ ലാസ്റ്റിങ്ങിൽ എത്തിയപ്പോൾ ഒരാൾക്കൊരു സംശയം വന്നു, ഞാൻ 7 6 എത്ര ആയത്, അപ്പോൾ ചുരുങ്ങിയത് കൊണ്ട് പിടിക്കുക, ചുരുങ്ങിയത് കൊണ്ടിട്ട് പിടിക്കണം എന്നതാണ്. കുറഞ്ഞത് എത്രയാണെങ്കിൽ അത് പിടിക്കുക. അപ്പോൾ 5 6 സംശയം വന്നാൽ 5 പിടിച്ചിട്ട് ചെയ്യണം എന്നതാണ് അതിന്റെ മസ്തരയുള്ളത് എന്ന് മനസ്സിലാക്കണം. പിന്നെ 7 കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് ഫിഖ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കാരണം അതിൽ പറയുന്നത് പിന്നെ സഫന്റെയും മറുവിന്റെയും ഇടയിൽ സഫയിലും തുടങ്ങണം, അത് 7 പ്രാവശ്യമായിരിക്കണം, അത് തെർത്തീബ് പ്രകാരമായിരിക്കണം എന്നൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പിന്നെ ഒരാളിങ്ങനെ കുനിഞ്ഞുകൊണ്ട് നടക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ സൈഡ് ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ നമ്മൾ ബോളൊക്കെ കളിക്കുന്ന സമയത്തുണ്ടല്ലോ ഇങ്ങനെ ചെയ്യുന്നു, അതുപോലുള്ള ചെരിഞ്ഞ് നിന്നിട്ടൊന്നും പോകാൻ പാടില്ല, നേരെ പോകേണ്ടതുണ്ട്. പിന്നെ ഇതിൽ നിന്നും തിരിഞ്ഞ് കളിക്കുന്ന മറ്റുള്ള എന്തെങ്കിലും ജോലികളിലൊന്നും ശൂലാവാനും പാടില്ല, ഒരു ഇബാദത്താണ് എന്നുള്ള ഓർമ്മയോട് കൂടെയാണ് പോവേണ്ടത് എന്ന് ഒക്കെ ഇതിൽ നമുക്ക് പാഠം നൽകുന്നുണ്ട്. അത് 7 പ്രാവശ്യമായിരിക്കണം, ബത്തിനിൽ വാദിനായിരിക്കണം, പിന്നെ നമ്മുടെ ഉദ്ദേശത്തിനോട് തിരിക്കുന്ന മറ്റുള്ള ചിന്തകളിൽ വരാൻ പാടില്ല, മങ്കൂസ് ഇങ്ങനെ ചുരുങ്ങിയോ വളഞ്ഞോ ഒന്നും പാടില്ല, പിന്നെ നേരെ എതിരിൽ നിൽക്കുന്ന രീതിയിൽ പോകാൻ പാടില്ല, സഫയിൽ നിന്ന് തുടങ്ങണം. ഇങ്ങനെ ആ പറഞ്ഞ ഈ 7 കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നല്ല ശ്രദ്ധയോടുകൂടെ ഇബാദത്തിലാണ് എന്നും ഹജറ ബീവി ഓടിയ ആ രംഗത്തേക്ക് ഓർത്തുകൊണ്ടും ഒക്കെയാണ് പോവേണ്ടത്. അതിനിടക്കും പിന്നെ 7ലും ഓരോ പ്രത്യേകമായ ദുആകളുണ്ട്. അത് നമുക്ക് അതിന്റെ പ്രത്യേക ഏട് കിട്ടുമ്പോൾ അതിൽ അറിയാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിന്റെ ക്ലാസ് എത്തുമ്പോൾ നമുക്കത് പ്രത്യേകിച്ച് പറയുകയും ചെയ്യാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഇതിൽ പിന്നെ 4-മത്തത് പിന്നെ സഅയാണ്, സഅയിന്റെ രീതി ഇതാണ് എന്ന് നമുക്ക് ഏകദേശം ഒരു രൂപം മനസ്സിലായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അങ്ങനെ ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.